പ്രകാശമേ മിഴി തുറക്കുക വേഗം. മലയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കി മാറ്റുക. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവന് മാത്രമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. ഈ 25 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ചിന്താവിഷയമാക്കി മാറ്റേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു. ഒന്നുമല്ല, യഥാർത്ഥത്തിൽ ഈശോയുടെ സ്വന്തമായി മാറണമെങ്കിൽ അവന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായി മാറണമെന്ന് തന്റെ ശിഷ്യഗണത്തെയും മറ്റുള്ളവരെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഈശോയെയാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുക. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഈ ദൈവ വചനം നമുക്ക് ഹൃദയത്തിൽ സ്വന്തമാക്കാം. നമ്മളെപ്പോഴും കർത്താവേ 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 എന്ന് വിളിച്ചതുകൊണ്ട് മാത്രമായില്ല, കർത്താവേ എന്ന് നമ്മൾ വിളിക്കണം. വിളിച്ചതുകൊണ്ട് മാത്രമല്ല, അവന്റെ ഇഷ്ടം നിറവേറ്റുന്നുള്ളൂ. ഞാൻ കർത്താവേ എന്ന് സ്ഥിരം വിളിക്കും, എന്നിട്ട് എൻ്റെ ഇഷ്ടം നിറവേറ്റും. ഞാൻ കർത്താവേ എന്ന് സ്ഥിരം വിളിക്കും, എന്നിട്ട് എൻ്റെ പാപ വഴികളിൽ ഞാൻ ജീവിക്കും. അവിടെ ദൈവരാജ്യത്തിന്റെ പ്രവേശനമില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി ഞാൻ വിളിക്കുന്ന കർത്താവിനെ എൻ്റെ ഹൃദയത്തിന്റെ ഭാവമാക്കി മാറ്റുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ 25 ദിവസങ്ങൾ കൂടുതൽ ദൈവകൃപയുടേതായി മാറട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക